വിഷ്ണുങ്ങളെ വിജയ് എത്ര കാലായി കണ്ടിട്ട്. ബാക്കിൽ സാധനം ഉണ്ട്, അടിച്ച് ഫിറ്റായിക്കളയല്ലേ. ആന്റിയുടെ ഫംഗ്ഷൻ ആളിനെ കയറ്റ വെള്ളം വരെ വാങ്ങിച്ചു കൊടുക്കണം. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും. തൽക്കാലം ആരും അറിയാതെ 2 എണ്ണം അടിക്കാം. ആന്റി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അല്ല ഇതൊക്കെ എങ്ങനെ അതൊക്കെ വിജയുടെ മിടുക്കല്ലേ. നമസ്കാരം. വരണം വരണം. പത്മ, ഒരാഴ്ച മുമ്പെങ്കിലും ഞങ്ങളെ ഒന്ന് വിവരം അറിയിക്കായിരുന്നു. ഇപ്പൊ തന്നെ എത്ര പ്രോഗ്രാംസ് മാറ്റി വെച്ചു എന്നറിയാമോ ഈ പ്രോഗ്രാം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ? സോറി സുധീഷ്, ഇതെല്ലാം പെട്ടെന്ന് തീരുമാനിക്കായിരുന്നു. അയ്യോ ഞാനല്ല, എല്ലാം ഈ മക്കളുടെ തീരുമാനം. അല്ല ഇന്ദ്രജ മാത്രമേ ഉള്ളോ? വേദി സൂര്യക്ക് എവിടെ? വേദ ടൂറിലാണ്, സൂര്യ ഓഫീസിലെ തിരക്കിലാണ്. അത് കഴിഞ്ഞാൽ അവൻ വരും. സുധന്റി, ഡാഡിയുടെയും മമ്മിയുടെയും വിവാഹ വാർഷികം ഒരു വിവാഹം പോലെ തന്നെ നടത്താനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ ഇന്ന് നാളെയും ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് റൈറ്റ് തിങ്ക്. നമ്മുടെ ജീവിതത്തിലെ ഈ ഓട്ടവും തിരക്കിനൊക്കെ ഇടയിലെ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണ്ടേ? പിന്നെ എനിക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇവരെ നിർബന്ധിക്കുമ്പോ വഴങ്ങി കൊടുക്കാതെ പറ്റില്ലല്ലോ. അല്ല യതി സാർ എവിടെ? കണ്ടില്ലല്ലോ. എടോ യതി, സത്യം പറഞ്ഞാൽ താൻ ഭാഗ്യവാനാ. ഇത്രയും കഴിവുള്ളൊരു ഭാര്യ, ആരെയും മുട്ടുകുത്തിക്കാൻ ചങ്കൂറ്റുള്ള ഒരാള്. ലാസ്റ്റ് 30 years തൻ്റെ കൂടെ ഉണ്ട്. എന്തു പറ്റി ഏതിയേട്ടന്? മുഖത്തൊരു സന്തോഷമില്ലാത്തതുപോലെ. അത് പിന്നെ നമ്മുടെ കമ്പനിയിൽ ഇന്ന് ഒരുപാട് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ഞാനിങ്ങോട്ട് നേരത്തെ പോകുന്നോണ്ട് ഇദ്ദേഹമാണ് അതെല്ലാം അറ്റൻഡ് ചെയ്തത്. അറിയാലോ, തൊഴിലാളികളുമായിട്ടുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ഏത് തരത്തിലാണ് ക്ഷീണിച്ചു പോണേന്ന്. പത്മ, ഞാനൊന്ന് മുറിയിലോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എത്താം. അയ്യോ എന്താ ഇത്, എല്ലാരും വന്നിരിക്കല്ലേ, എല്ലാവരോടും സംസാരിക്കുക. ഡാഡി, ഞങ്ങളുടെ പ്രോഗ്രാം ലിസ്റ്റ് കണ്ടാലേ ഡാഡി ഞെട്ടിപ്പോവും. ഇന്നും നാളെയും മമ്മിയും ഡാഡി ഫുൾ ടൈം ബിസി ആയിരിക്കും. എനിക്ക് തോന്നുന്നത് അങ്കിളും ആന്റിയും ഇവരുടെ കല്യാണത്തിന് പ്രത്യേകിച്ച് ഒരു ടെൻഷനും അനുഭവിക്കാൻ സാധ്യതയില്ലെന്നാണ്. കാരണം എന്താണെന്നറിയോ? പണ്ടത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു മാല ഇടുക, ഭക്ഷണം കഴിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ആന്റിക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ കണ്ടറിഞ്ഞാണ് ഇന്ദ്രജ എല്ലാം അറേഞ്ച് ചെയ്തത്. നാൻസി 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 മമ്മി, ഇത് നാൻസി. ഞാൻ പോവാറുള്ള ബ്യൂട്ടി പാർലറില്ലേ, അവിടുത്തെ ബ്യൂട്ടീഷ്യന്. ഓഹോ, ഇന്ന് നാൻസി വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? മമ്മിക്ക് മൈലാഞ്ചി ഇടാന്. മൈലാഞ്ചിയോ? അതൊന്നും ശരിയാവില്ല. കമോൺ മമ്മി, എല്ലാം ഞങ്ങളുടെ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞതാ. ഇനി അതിനിടയിൽ ഇടപെടാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. പത്മേ, ഇതൊക്കെ നടക്കട്ടെ. നമ്മുടെയൊക്കെ കല്യാണ സമയത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ടോ? പുതിയ പിള്ളേരിപ്പോ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? നമുക്ക് അങ്ങനെയെങ്കിലും ഇതിന്റെയൊക്കെ ഒരു പാട്ടാവാലോ. യതി, ഒരുക്കങ്ങൾ ഇങ്ങനെ ഗംഭീരമായിരുന്നെങ്കിൽ നമുക്കൊരു മ്യൂസിക് നൈറ്റ് കൂടെ സംഘടിപ്പിക്കാമായിരുന്നു. നമ്മുടെ ക്ലബില് പാടുന്നവർ ഇഷ്ടം പോലെ ഉണ്ടേ. വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ സെറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് അടുത്ത വർഷം കുറച്ച് നേരത്തെ അറേഞ്ച് ചെയ്യാം അങ്കിൾ. ഇതിപ്പോ ഇങ്ങനെ നടക്കട്ടെ. ഓക്കെ ഓക്കെ. നാൻസി, എന്നാ പിന്നെ മൈലാഞ്ചി തന്നെ ആദ്യം തുടങ്ങാല്ലേ? ഓ ഷുവർ. ഡിസൈൻസ് ഒക്കെ ഞാൻ കാണിക്കാം. അതിൽ നിന്ന് നല്ലൊരെണ്ണം സെലക്ട് ചെയ്താൽ മതി. അശോ, എനിക്കിത് നോക്കാനും അറിയില്ല, സെലക്ട് ചെയ്യാനും അറിയില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. മമ്മിയുടെ കൈക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ സെലക്ട് ചെയ്തോളാം.
ഡാഡിക്ക് എന്തെങ്കിലും സെലക്ഷൻ ഉണ്ടോ? ഏയ് ഇല്ല മോളെ, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. അല്ലെങ്കിലും ആന്റിയുടെ മുന്നിൽ അങ്കിളിന് എന്താണ് സെലക്ഷൻ? ആന്റി തീരുമാനിക്കുന്നു, അങ്കിൾ അനുസരിക്കുന്നു. മോൻ വന്നല്ലോ. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയല്ലേ? എല്ലാരും നിന്നെ കാണാനും സംസാരിക്കാനൊക്കെ നിൽക്കാം. പോയി കുളിച്ചിട്ട് വാ, ആദ്യം ക്ഷീണമൊക്കെ മാറട്ടെ. സൂര്യ, നീ മുകളിലേക്ക് പോയിക്കോ. മോൻ ചെല്ല്.